ഉമിനീരും മണ്ണും കലർത്തിയൊരു മന്ത്രം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ആയിഷ തന്നെ പറയാണ്, കാന ഇദസ്തകൽ ഇൻസാനു ശൈഅ മിൻഹു ഔ കാനത് ബിഹി ഖർഹത്തുൻ ഔ ജുറഹുൻ. ഞങ്ങളിൽ ആർക്കെങ്കിലും വല്ല രോഗമോ വ്രണം എന്നാ മുറിവോ ഉണ്ടായി, ഖർഹ എന്ന വ്രണം, ഖുർഹത്തന്നെ കുരു എന്നൊക്കെ പറയും, അതെന്തെങ്കിലും ഒക്കെ ഉണ്ടായാൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹകദ, വ്രണമോ മുറിവോ ഒക്കെ ഉണ്ടായാൽ അള്ളാഹുവിന്റെ റസൂല് തന്റെ വിരല് കൊണ്ട് അല്പം ഉമിനീരോട് കൂടി മണ്ണിൽ വെക്കും. സുഫിയാൻ സബ്ബാബത്തഹു ഫിൽ അർദ്, ഈ ചൂടാനി വെല്ലിങ്ങനെ നിലത്ത് വെച്ച് റിപ്പോർട്ടറായി സുഫിയാൻ കാണിച്ചു. തുമ്മ റഫഅഹ, എന്നിട്ട് ഉയർത്തിയിട്ട് പറഞ്ഞാൽ ബിസ്മില്ലാഹി തുർബത്തു അർദിനാ, ബിസ്മില്ലാഹ് തുർബത്തു അർദിന, നമ്മുടെ നാട്ടിലെ മണ്ണാണ്. ബിരീഖത്തി ബഅദിന, നമ്മിലെ ഒരാളുടെ ഉമിനീരും, ലിയുസ്ബാ ബിഹി സഖീമുന, നമ്മുടെ രക്ഷിതാവിന്റെ അനുമതി, ബിഇദ്നി റബ്ബിന, നമ്മുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇത് മുഖേന നമ്മുടെ രോഗി സുഖം പ്രാപിക്കട്ടെ. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമിനീർ അല്പെടുക്കും, എന്നിട്ട് മണ്ണിൽ വെക്കും, എന്നിട്ട് ആ പറ്റിപ്പിടിച്ച മണ്ണുണ്ടല്ലോ അത് വെച്ചിട്ട് രോഗമുള്ള ഭാഗത്ത് ഇങ്ങനെ തടവി കൊടുക്കും, എന്നിട്ട് ഈ മന്ത്രം ചൊല്ലും. അപ്പൊ റസൂലുള്ളാഹിന്റെ നീക്ക് എന്ന് പറയുമ്പോ അതിന് ബറക്കത്തുണ്ട്. അതുകൊണ്ട് വേഗം ശരിയാവില്ലേ? കണ്ണു പോയ ആൾക്ക്, കണ്ണിങ്ങോട്ട് വീണ ആൾക്ക് കണ്ണിങ്ങനെ വെച്ച് തുള്ളി അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി ഒറ്റ തടവല. ഒരു കണ്ണ് നഷ്ടപ്പെട്ട കണ്ണ്, ഇനി എന്തായാലും കണ്ണ് പോയി വിചാരിച്ചതാ, കണ്ട ശിഫ കിട്ടിയത് ബറക്കത്താണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ കൊണ്ട് റുഖിയ നടത്തിയാൽ ആ റുഖിയന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ശിഫ കിട്ടും, ശമനം കിട്ടും. അത് റസൂൽ പഠിപ്പിച്ചതാണ്.